ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗായ്സ്, ഞാൻ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ കുറേ നാളായി ഇപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് ചെയ്തിട്ട് എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ സാഹചര്യങ്ങൾ എനിക്ക് അനുകൂലമാകുന്നില്ല ഗൈസ്. അത് കാരണമാണ് എനിക്ക് ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ ഇന്ന് സൺഡേ ആണ്. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എന്തായാലും എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ സൺഡേ ആയതുകൊണ്ട് പള്ളിയിലൊക്കെ പോകണം. അപ്പോൾ ഞാനൊരു 7 മണിക്ക് വരെ ഞാൻ കിടന്ന് ഉറങ്ങി. അപ്പോഴേക്കും അമ്മ വന്ന് എന്നെ വിളിച്ച് എണീപ്പിച്ചു. അങ്ങനെ ഞാൻ എണീറ്റു. 10 മണിക്കാണ് കുർബാന പോകണമല്ലോ. പിന്നെ പള്ളിയിൽ ഇങ്ങനെ അരങ്ങും ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഔസേപ്പ് പിതാവിൻ്റെ ഊട്ടുതിരുന്നാളാണ് ഞങ്ങളുടെ. അപ്പോൾ ഗൈസ്, ഇന്ന് പാട്ട് കുർബാനയായിരിക്കും പള്ളിയിൽ. അപ്പോൾ ഞങ്ങൾ വേഗമല്ല 10 മണിയായിട്ടില്ല. അപ്പോൾ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ പള്ളിക്ക് പോകും. ഇപ്പോൾ ഫസ്റ്റത്തെ കുർബാനയാണ്, 6 മണിക്കത്തെ കുർബാനയാണ്. ഇപ്പോൾ ഞായറാഴ്ച ആയപ്പോൾ വന്നതാണ്. ഇന്നലെ വന്നു. ഇനി പോവും, നാളെ പോവും, രാവിലെ ചിലപ്പോൾ പോവും. ഇവൻ ഇന്ന് പോവും ഗൈസ്, ഇന്ന് പോവും. അവൻ പെട്രോളും ഗ്യാസുമാണ് പഠിക്കുന്നത്. പെട്രോളും ഗ്യാസ് അല്ലല്ലോ, വെളിച്ചെണ്ണയും ഗ്യാസാണ് പഠിക്കുന്നത്. മണ്ണെണ്ണയും ഗ്യാസാണോ? അല്ല, ഓയിൽ ആൻഡ് ഗ്യാസ്. പിന്നെ ഗൈസ്, ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ഇടാൻ കുറേ പേര് ചോദിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ഷോപ്പിംഗ് നടത്തിയിട്ടില്ല കേട്ടോ. അതാണ് ഞാൻ ഇടാത്തത്. ഇനി നടത്തണം, സമയം ഉണ്ടല്ലോ. പതിയായിട്ടില്ല, നല്ല നമുക്ക് നടത്തണം. അത് നടത്തിയിട്ട് ഞാൻ എന്തായാലും ഇടുന്നതായിരിക്കും. എന്നൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഉണ്ടാവില്ല. ബാഗ് വാങ്ങുന്നുണ്ട്. പിന്നെ എനിക്ക് ചെരുപ്പ് വാങ്ങുന്നുണ്ട്. പിന്നെ ഗൈസ്, ജിമ്മിന് പോകുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചു വരുന്നുണ്ട് കുറേ ആൾക്കാർ. അപ്പോൾ ഗൈസ്, ഞാൻ ഇപ്പോൾ തൽക്കാലത്തേക്ക് ജിമ്മ് നിർത്തി ഗൈസ്. എനിക്ക് പോകാൻ പറ്റുന്നില്ല, എനിക്ക് സമയം കിട്ടുന്നില്ല. എനിക്ക് രാവിലെ ട്യൂഷൻ ഉണ്ടെങ്കിൽ അത് കാരണം തൽക്കാലത്തേക്ക് ഞാൻ ജിമ്മ് നിർത്തി ഗൈസ്. എനിക്ക് സമയം കിട്ടുമ്പോൾ പോകും. പിന്നെ ഗൈസ്, 10ാം ക്ലാസ് ആയതുകൊണ്ട് എനിക്ക് ഉഴപ്പരുതെന്നൊരു ചിന്തയില്ല. അത് കാരണം ഞാൻ ജിമ്മിൽ പോകണമെങ്കിൽ എനിക്ക് 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് കുറേ നാൾ മുടക്കുണ്ടല്ലോ. +1 ചേരണമെങ്കിലും കുറേ ഇതൊക്കെ ഉണ്ടല്ല. അപ്പം പോവാം. പിന്നെ സമയമുണ്ട് കുറേ നാളൊക്കെ. അപ്പം എനിക്ക് നമുക്ക് പോകാമെന്ന് 2-3 മാസമൊക്കെ ഉണ്ടാവും. അതുപോലെ സമയമുണ്ട്. നമുക്ക് എപ്പോൾ വേണമെങ്കിൽ നമ്മുടെ ബോഡി ഫിറ്റ് ആക്കാം എന്നാണ് ഗൈസ് ഉള്ളത്. അപ്പം ഞാൻ വിചാരിച്ചു 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് വന്നു. അപ്പം ഗൈസ്, അമ്മച്ചി ഇവിടെ പുട്ടും ഉണ്ടാക്കി, പിന്നെ സാമ്പാറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പപ്പടം കാച്ചാൻ പോകുന്നു. ഞാനപ്പോൾ സാമ്പാറും പുട്ടും നിങ്ങൾ കഴിച്ചിട്ടില്ലെങ്കിൽ കഴിച്ച് നോക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഏത് ഹെയർ കട്ടാണ് ചെയ്തേക്കണേന്ന് കുറേ പേര് ചോദിക്കുന്നുണ്ട്. ഫസ്റ്റ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് വോൾഫ് കട്ട് പോലത്തെയായിരുന്നു. ചേച്ചിയോട് ഇങ്ങനെ കട്ട് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് എന്തൊക്കെയോ തട്ടിയിട്ടാ. പിന്നെ അത് വലുതായി. പിന്നെ ഞാൻ തന്നെ കട്ട് ചെയ്യുന്നതാണ്. ഇപ്പോൾ ചോദിക്കുകയാണെങ്കിൽ ഞാൻ തന്നെ കട്ട് ചെയ്യണം. ഞാനിങ്ങനെ ഇടും. എന്നിട്ടൊരു ഇൻസ്റ്റയിലൊക്കെ കണ്ടുള്ളതാണ്. ഇവിടെ ഒരു ഉണ്ടിട്ടിട്ട് ഇങ്ങനെ വെട്ടും. പിന്നെ കുറച്ച് ഭാഗം ഇവിടെ നിന്ന് എടുത്ത് ഇങ്ങനെ ഇട്ടിട്ട് അതും ഇങ്ങനെ ഉണ്ടിട്ടിട്ട് വെട്ടും. പിന്നെ കുറച്ച് ഭാഗം എടുത്തിട്ട് അതും ഇട്ടിട്ട് വെട്ടും. അങ്ങനെയാണ് ഗൈസ് ഇങ്ങനെ ആയത്. ഇനി ആരും ചോദിക്കരുത് ഇത് ഏത് ഹെയർ കട്ടാണെന്ന്. ഞാൻ തന്നെ കട്ട് ചെയ്യുന്നതാണ് ഗൈസ്. അപ്പം ഇനി ആരും ചോദിക്കരുത്. ഞാനൊരു പകുതി പുട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പഴമുണ്ട്, പക്ഷെ എനിക്ക് പഴം വേണ്ട. അമ്മച്ചിയുടെ സ്പെഷ്യൽ സാമ്പാർ നമുക്കിത് കൂട്ടിയടിക്കാം. പറഞ്ഞ അവന് ക്ഷീണം, പഠിച്ച് ക്ഷീണം. അങ്ങനെ ഒരു 10 മണിയാകുമ്പോഴത്തേക്കും ഞങ്ങൾ കുളിച്ച് ഡ്രസ്സ് മാറി പള്ളിയിൽ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. പിന്നെ വീടിന്റെ അപ്പുറത്ത് തന്നെ പള്ളി ആയതുകൊണ്ട് നമുക്ക് കറക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ അങ്ങോട്ട് അപ്പുറത്തേക്ക് കടന്നാൽ മതി. പിന്നെ ഔസേപ്പ് പിതാവിന്റെ തിരുനാളായതുകൊണ്ട് ഇവിടെ ഔസേപ്പ് പിതാവിന്റെ കപ്പേളയിൽ ഇങ്ങനെ പൂവൊക്കെ വെച്ചിട്ട് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പള്ളിയിൽ കയറി. പിന്നെ പാട്ട് കുർബാന ആയതുകൊണ്ട് കുറച്ച് നേരം ഉണ്ടായിരുന്നു, കുറച്ചധികം നേരം ഉണ്ടായിരുന്നു കുർബാന. അങ്ങനെ കുർബാനയ്ക്ക് കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി. പിന്നെ ഞങ്ങളുടെ അത്യാവശ്യം കുറച്ച് കസിൻസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഗൈസ് കുറേ നേരം കഴിഞ്ഞപ്പോൾ അവിടെ പടക്കം പൊട്ടിച്ചപ്പോൾ ഞങ്ങൾ അതിൻ്റെ അടുത്തായിരുന്നു നിൽക്കുന്നുണ്ടായിരുന്നത്. നൈസായിട്ട് ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് ഓടി. പിന്നെ ഗൈസ്, ഞാനൊരാളെ കാണിച്ചു തരാം. ഇതാണ് ആഷ്നി. ഇവള് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ഗൈസ്. പള്ളിയിൽ മാത്രമല്ല, അവൾ എൻ്റെ സ്കൂളിലും കൂടെ ഉള്ള. എൻ്റെ പള്ളിയിലത്തെ ബാക്കി കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇവൾക്കൊക്കെ ഭയങ്കര നാണാണ് ഗൈസ് വീഡിയോയിൽ. അങ്ങനെ ഊട്ട് തുടങ്ങി ഗൈസ്. എല്ലാവരും അവിടേക്ക് ഓടിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ അവിടേക്ക് ഓടാണ് സീറ്റ് അങ്ങോട്ട് ഓടും പോവാണ്. പിന്നെ പള്ളിയുടെ ബാക്കിൽ അത്യാവശ്യം നല്ല സൗകര്യമൊക്കെ ഉണ്ട് അവിടെ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം നിന്നിട്ട് ഉള്ളിൽ കുറച്ച് പേര് ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു. അവരൊക്കെ ഇറങ്ങിപ്പോയപ്പോൾ ഞങ്ങളെ കയറ്റി. പിന്നെ അങ്ങനെ തിക്കും തിരക്കൊന്നും ഇല്ലാണ്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റി. പിന്നെ നമ്മുടെ ഔസേപ്പ് പിതാവിന്റെ നേർച്ചോട്ട് നല്ല രസമുണ്ടായിരുന്നു ഗൈസ്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അങ്ങനെ ഗൈസ്,
ഗൈസ് ഊട്ടൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് വീട്ടിൽ പോവാണ്. പിന്നെ ഗൈസ് ഇവൻ എൻ്റെ ഒരു കൂട്ടുകാരിയുടെ കസിനാണ്. അപ്പോൾ ഇവൻ ഈ പള്ളി വന്നപ്പോഴാണ് ഞങ്ങൾ രണ്ടുപേരും പരിചയപ്പെടുന്നത്. അപ്പോൾ അവൻ എനിക്ക് ചാനലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു അവൻ്റെ അനിയത്തി ചാനലിലത്തെ വീഡിയോസൊക്കെ കാണാറുണ്ട്. പക്ഷെ അവൻ ആദ്യമായിട്ടാണ് അത് കാണുന്നത്. അല്ല, ആദ്യമായിട്ട് കാണുന്നത് മീൻസ് ഇങ്ങനെ എന്നെ അറിയുന്നതൊക്കെ. അപ്പോൾ ഗൈസ് ഞങ്ങൾ നല്ല കമ്പനിയായി. ഗൈസ് ഞങ്ങളിവിടെ വന്ന് വീട്ടിൽ വന്നു, ഊട്ടൊക്കെ കഴിഞ്ഞ് വന്നു. അപ്പോൾ അതേ ഗൈസ് ഒരാൾ മുടി വെട്ടി ഗൈസ്. ബാക്ക് നോക്കട്ടെ, നല്ല ബാക്കില് കെട്ടി വെച്ചേക്കണ്. മുടി കുറച്ച്. അപ്പൊ ഗൈസ് ഞങ്ങള് പള്ളിയിൽ ഊട്ടൊക്കെ കഴിഞ്ഞ് വന്ന് കുറച്ചു നേരം കിടന്നു. ഇപ്പൊ ഒരു 4 മണി 5 മണി ആവാറായിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ ഞങ്ങൾ ഒരു സ്ഥലത്തേക്ക് പോകണേ പിടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പള്ളിയിൽ നിന്ന് ഒരു മാച്ച് ഉണ്ട് ഫുട്ബോളിന്റെ, അതിന് യൂണിറ്റ് വൈസ് ആയിട്ട്. അപ്പോൾ നമ്മുടെ യൂണിറ്റിൽ നിന്ന് ആൽഫി അച്ചും ഈ വീട്ടിൽ നിന്ന് പോകുന്നുണ്ട് ഗൈസ് ഫുട്ബോള് കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടെ പൂച്ചട്ടിലാണ് കളി നടക്കുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടെ പോവാണ് ഗൈസ്, അവിടെ പോകണം കാണാൻ വേണ്ടിയിട്ട്. ഞാൻ ഗൈസ് ഇന്ന് ഹാപ്പി മദേഴ്സ് ഡേ ആണ്. അങ്ങനെ ഞങ്ങൾ അവിടെ ടർഫിലെത്തി. ഞങ്ങളുടെ വീടിന്റെ അടുത്ത് തന്നെയാണ് ഈ പൂച്ചിട്ടി ടർഫ് എന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. പിന്നെ ഗൈസ് ഇവിടെ വാശിയേറിയ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്, നടക്കാൻ പോവുകയാണ്. അപ്പോൾ പിന്നെ ജയിക്കുന്നതിലല്ല കാര്യം, നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിലാണ് കാര്യം. അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എന്താണ് പറഞ്ഞു വരുന്നതെന്ന്. നമ്മുടെ ടീം ജയിച്ചില്ല ഗൈസ്. അപ്പുറത്തെ ടീമിലത്തെ വലിയ വലിയ ചേട്ടന്മാരായിരുന്നു. പാവൻ്റെ അച്ചൊക്കെ എങ്ങനെയാണ് നിന്നതെന്ന് എനിക്കറിയുള്ളൂ. പിന്നെ ആൽഫൊക്കെ അവരൊക്കെ ഭയങ്കര വലിയ ചേട്ടന്മാരായിരുന്നു. പിന്നെ എല്ലാവരും നല്ല മാക്സിമം കളിക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ കളിച്ചു. പിന്നെ നമ്മൾ ഒരു ഗെയിം ആവുമ്പോൾ അതിൽ ജയം തോൽവിയൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മുടെ ലൈഫായാലും അതിലും ഉണ്ടാവും ജയം തോൽവിയൊക്കെ. അപ്പം പിന്നെ അതിനൊക്കെ പിന്നെ നമ്മൾ ഇതാക്കും. പിന്നെ കുറേ നേരം ഞങ്ങൾ കളിയൊക്കെ ഇങ്ങനെ കണ്ടിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം ഇവരുടെ കളി കഴിഞ്ഞും അപ്പുറത്തെ ടീം ജയിച്ചില്ല. അപ്പം പിന്നെ ഞങ്ങൾ പോകാമെന്ന് വിചാരിച്ചു. പിന്നെ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ ആഗ്രഹങ്ങൾ വരാറുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് 5th സ്റ്റെഡ് അടിക്കണം. അതും ഏത് സ്ഥലത്താന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും ഗൈസ്. പക്ഷെ അത്യാവശ്യം എല്ലാവരും അവിടെയൊക്കെ കുത്തിയിട്ടുണ്ടാവും. എന്നാലും ഞങ്ങളുടെ ഒരു ഫാമിലിയിൽ ഞാനായിരിക്കും ആദ്യമായിട്ട് അവിടെ കുത്തുന്നുള്ളത്. അങ്ങനെ അടുത്ത പരിപാടി ഞാൻ വേഗം ടുലിപ്സിലേക്ക് പോയി. എന്നിട്ട് ഞാൻ 5th സ്റ്റെഡ് അടിക്കാൻ പോവാണ് ഗൈസ്. എനിക്ക് സന്തോഷം കൊണ്ടിരിക്കാൻ വയ്യ. ഇനി ഇപ്പോൾ 5th സ്റ്റെഡ് ഉണങ്ങി കഴിഞ്ഞിട്ട് വേണം എനിക്ക് അടുത്ത 6th അടിക്കാൻ. വിചാരിച്ച സ്ഥലത്തില്ലേ എങ്ങനെയുണ്ട് നോക്കട്ടെ. വേദന ഇതിന് വേദന ഒന്നും എന്തൊക്കെയാ വേദന. പിന്നെ ഗൈസ് ഞാൻ സ്റ്റഡ് അടിച്ചതിൻ്റെ വിഷമത്തിൽ ഞാൻ വെറുതെ ഇങ്ങനെ ഷവർമ കഴിക്കാൻ വേണ്ടിയിട്ട് വന്നു. അങ്ങനെ ഞങ്ങൾ ഷവർമയും കഴിച്ച് ഞാൻ അച്ചുവിന് ഒരു പാർസൽ വാങ്ങിച്ചു. പിന്നെ നമ്മുടെ ആൽഫി നേരെ അവിടെ നിന്ന് ടർഫിൽ നിന്ന് അവൻ നേരെ പോയി, അവൻ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലത്തേക്ക് പോയി. അവൻ പോയി എവിടെ ഇരുന്ന സ്ഥലം. അങ്ങനെ നമ്മുടെ ആൽഫി നേരെ എറണാകുളത്തേക്ക് പോയി. പിന്നെ ഗൈസ് ഞാൻ ഇപ്പോൾ സ്റ്റഡ് അടിച്ചതിൻ്റെ ഷോ കാണിച്ചു കൊണ്ടിരിക്കുകയാണ് വണ്ടിയിലിരുന്നിട്ട്. അങ്ങനെ കഴിച്ച് ഞങ്ങൾ വീട്ടിലെത്തി അച്ഛന് ഷവർമ കൊടുത്തു. പിന്നെ നല്ല അടിപൊളി ഷവർമയായിരുന്നു. പിന്നെ ഇതിപ്പോൾ പുതിയതായിട്ട് കുറച്ച് നാളായിട്ട് വന്നിട്ടുള്ളൊരു കടയാണ്, ഷോപ്പാണ്. ഇത് നമ്മുടെ റീജൻസി ക്ലബിൻ്റെ ഫ്രണ്ടിലായിട്ടുള്ളൊരു കടയാണ് കേട്ടോ. എനിക്ക് അത് കണ്ടു. അപ്പം ഇനി എനിക്ക് പഠിക്കാണ്ട്, നാളെ ട്യൂഷൻ ഉണ്ട്. അപ്പോൾ എനിക്ക് പഠിക്കാണ്ട് ഞാൻ പഠിക്കുന്നത് ഫുള്ളും ഇവിടത്തേക്ക് പഠിച്ചു കഴിഞ്ഞു. അതിപ്പോൾ പൗഡർ ഇട്ടിനൊക്കെ കണ്ടോ, ഇവിടത്തെ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞു. ഇത് ഫുള്ളും പഠിച്ചു. പിന്നെ അതേ ഇവിടെ ഇതൊക്കെ പഠിച്ചു. പിന്നെ ഇത് പഠിക്കണം. ഇത് പഠിച്ചതാണ്, നല്ലത് വായിച്ചോണം. പിന്നെ ഇനി പ്രത്യേകിച്ച് ഒന്നുമില്ല, അതൊക്കെ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇനി പഠിക്കട്ടെ, കുറച്ച് മണിയുണ്ട് പഠിക്കാൻ. അപ്പോൾ ഞാൻ പഠിച്ചിട്ട് ഇനി നാളെ രാവിലെ എനിക്ക് മാത്സ് ചെയ്യണം. അത് കഴിഞ്ഞിട്ടാണ് ട്യൂഷനൊക്കെ പോകണത്. എൻ്റെ മമ്മേനെയാണ് കുറേ പേര് തെറിയൊക്കെ വിളിക്കുന്നുണ്ട്. ഇത് നിൻ്റെ മമ്മയല്ല, ഇത് നിൻ്റെ മമ്മയല്ല എന്ന് പറഞ്ഞിട്ട്.
ഞാൻ ഇതിൽ പറയാം. അപ്പം എനിക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എന്നെ വിളിച്ചാൽ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.